അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. കേരള അസോസിയേഷൻ ഓഫ് ഡാളസും ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്ററും ചേർന്ന് ബഹുമാനപ്പെട്ട ടി.പി. ശ്രീനിവാസന് ഉജ്ജ്വല സ്വീകരണം നൽകി. 2024 ജൂലൈ 27 ശനിയാഴ്ച 3:30 മുതൽ 5 വരെ ഗാർലൻഡ് ബ്രോഡ്വേയിലുള്ള ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്റർ ഓഡിറ്റോറിയത്തിൽ വൈസ് പ്രസിഡന്റ് അനശ്വർ മാമ്പള്ളിയുടെ അധ്യക്ഷതയിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. സെക്രട്ടറി മഞ്ജിത് കൈനിക്കര സ്വാഗതം പറഞ്ഞു. ബഹുമാനപ്പെട്ട എം.പി. പിള്ളൈ ടി.പി. ശ്രീനിവാസനെ സദസ്യർക്ക് പരിചയപ്പെടുത്തി. 2024 ജൂലൈ 27 ശനിയാഴ്ച 3:30 മുതൽ 5 മണി വരെ ഗാർലൻഡ് ബ്രോഡ്വേയിലുള്ള ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്റർ ഓഡിറ്റോറിയത്തിൽ വൈസ് പ്രസിഡന്റ് അനശ്വർ മാമ്പിള്ളിയുടെ അധ്യക്ഷതയിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. സെക്രട്ടറി മഞ്ജിത് കൈനിക്കര സ്വാഗതം പറഞ്ഞു. ബഹുമാനപ്പെട്ട എം.വി. പിള്ള ടി.പി. ശ്രീനിവാസനെ സദസ്യർക്ക് പരിചയപ്പെടുത്തി. എവ്ലിൻ ബിനോയിയുടെ ഗാനാലാപനത്തിനു ശേഷം ടി.പി.എസ്. മുഖ്യപ്രഭാഷണം നടത്തി. അംബാസിഡർ എന്ന നിലയിൽ തന്റെ ജീവിത അനുഭവങ്ങളെ പങ്കിട്ടത് സദസ്യർ കൗതുകത്തോടെയാണ് ശ്രവിച്ചത്. യുണൈറ്റഡ് നാഷൻ രൂപീകരണത്തെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെയും മോദി സർക്കാരിന്റെ സമീപനത്തെക്കുറിച്ചും അദ്ദേഹം വിവരിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിൽ ഹരിദാസ് തങ്കപ്പൻ, സന്തോഷ് പിള്ള, എക്സ്പ്രസ് ഹെറാൾഡ് എഡിറ്റർ രാജു തരകൻ, ബിനോയ്, ദർശന മനയത്ത് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് സമുചിതമായി മറുപടി നൽകി. ടി.പി. ശ്രീനിവാസൻ രചിച്ച ഡിപ്ലോമസി ലിബറേറ്റഡ് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ടി.പി.സിൽ കേരള അസോസിയേഷൻ സ്ഥാപകാംഗം ഐ. വർഗീസിൽ നിന്നും ഏറ്റുവാങ്ങിയ പുസ്തകം കേരള അസോസിയേഷൻ ലൈബ്രറി ഡയറക്ടർ ബേബി കൊടുവത്തിനു നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്റർ പ്രസിഡന്റ് ഷിബു എബ്രഹാം നന്ദി പറഞ്ഞു. ആർട്ട് ഡയറക്ടർ സുബി പരിപാടികൾ നിയന്ത്രിച്ചു. കേരളത്തിലെ പി. കേശവനാഥ് അവാർഡിനർഹരായ അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളം ലൈബ്രറി ടി.പി. ശ്രീനിവാസൻ സന്ദർശിച്ചു. പ്രസിഡന്റ് പ്രദീപ് നാഗനൂലിൽ, ലൈബ്രറി ഡയറക്ടർ ബേബി കൊടുവത്തു, ജോർജ് ജോസഫ് വിലങ്ങോലിൽ എന്നിവർ അദ്ദേഹത്തെ അനുഗമിച്ചു. മുൻ പ്രസിഡന്റ് ബോബൻ കൊടുവത്ത്, സെബാസ്റ്റ്യൻ പ്രാക്കുഴി, രാജൻ ഐസക്, ദീപക് നായർ, സിജു വി ജോർജ്, സാബു മാത്യു, വിനോദ് ജോർജ്, പ്രൊഫഷൻ ടി.വി. ഡയറക്ടർ സാം മാത്യു തുടങ്ങിയവർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. വയനാട്ടിലേക്ക് ചരിത്ര ദൗത്യവുമായി ഫോമ 10 വീടുകൾ നിർമ്മിച്ചു നൽകും. വയനാട് ദുരന്തത്തിനിരയായവർക്കായി കുറഞ്ഞത് 10 വീടെങ്കിലും നിർമ്മിച്ചു നൽകാൻ ഫോമ ഔദ്യോഗികമായി തീരുമാനിച്ചു. വീടുകൾ ഫോമ നേരിട്ട് നിർമ്മിക്കും. ഈ പദ്ധതിയുമായി സഹകരിക്കാൻ താൽപ്പര്യമുള്ള വ്യക്തികൾക്കും സംഘടനകൾക്കും ഇതിൽ പങ്കുചേരാം. ഈ പ്രൊജക്ടിനായി GoFundMe വഴി ധനശേഖരണവും ആരംഭിച്ചു. ഫോമയ്ക്ക് നൽകുന്ന സംഭാവനകൾക്ക് ടാക്സ് ഇളവ് ലഭിക്കുമെന്ന് പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് തോമസ്, ജനറൽ സെക്രട്ടറി ഓജസ് ജോൺ, ട്രഷറർ ബിജു തോണിക്കടവിൽ എന്നിവർ ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ 2 വർഷത്തെ പ്രവർത്തന കാലത്തെ ഏറ്റവും മഹത്തായ ദൗത്യമാണിതെന്ന് ജനറൽ സെക്രട്ടറി ഓജസ് ജോൺ പറഞ്ഞു. മുൻപ് 2 ഫോമ വില്ലേജ് പ്രൊജക്ടുകൾ പ്രാവർത്തികമാക്കിയ അനുഭവമുള്ളതിനാലാണ് സംഘടന നേരിട്ട് നിർമ്മാണം നടത്താൻ തീരുമാനിച്ചത്. 2018 പ്രളയത്തിന് ശേഷം 60ഓളം വീടുകൾ സംഘടന നിർമ്മിച്ചു നൽകി. വ്യക്തികൾക്കും സംഘടനകൾക്കും അവരുടെ പേരിൽ വീടുകൾ സ്പോൺസർ ചെയ്യാം. നിർമ്മാണം ഫോമയുടെ നേതൃത്വത്തിൽ വഹിക്കും. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ പുൻഡക്കാനയിൽ നടക്കുന്ന കൺവെൻഷൻ അഭൂതപൂർവമായ ജനപിന്തുണ മൂലം വലിയ വിജയത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് പ്രസിഡന്റ് ജേക്കബ് തോമസ് ചൂണ്ടിക്കാട്ടി. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൺവെൻഷനിൽ ചിലവുകൾ ചുരുക്കി കൂടുതൽ തുക ഹൗസിംഗ് പ്രൊജക്ടിനായി നീക്കിവെക്കുമെന്ന് ഡോക്ടർ ജേക്കബ് തോമസ്, ഫോമ പ്രസിഡന്റ് ഓജസ് ജോൺ, ജനറൽ സെക്രട്ടറി ബിജു തോണിക്കടവിൽ, ട്രഷറർ സണ്ണി വള്ളിക്കളം, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജയ്മോൾ ശ്രീധർ, ജോയിന്റ് സെക്രട്ടറി ജെയിംസ് ജോർജ്, ജോയിന്റ് ട്രഷറർ കൺവെൻഷൻ ചെയർ കുഞ്ഞുമാലിയിൽ എന്നിവർ അറിയിച്ചു. ഫോമ മുൻ പ്രസിഡന്റ് അനിയൻ ജോർജ്, ഫോമ നാഷണൽ കമ്മിറ്റി, കൺവെൻഷൻ കമ്മിറ്റി എന്നിവയും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളികളാകാൻ പിന്തുണയുമായി ഒപ്പമുണ്ട്. വയനാട് പ്രൊജക്ടിൽ പങ്കാളികളാകാൻ ധാരാളം പേർ മുന്നോട്ട് വന്നിട്ടുമുണ്ട്. എത്ര വീട് നിർമ്മിക്കുമെന്നും എവിടെയായിരിക്കുമെന്നതും മറ്റും പിന്നീട് തീരുമാനിക്കും. ഫോമ കനിവ് പദ്ധതിയുടെ ഭാഗമാണിത്. GoFundMe പേജിൽ ഇപ്രകാരം പറയുന്നു: കേരളത്തിന്റെ മനോഹരമായ വടക്കൻ ജില്ലയായ വയനാട്ടിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും മൂലം 300-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവരുടെ വീടും ഉപജീവനവും പ്രതിസന്ധിയിലായി. ജില്ലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഹൃദയഭേദകമാണ്. ലോകത്തെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയായ ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഓഫ് അമേരിക്ക നമ്മുടെ സഹോദരങ്ങളെ അവരുടെ ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കുന്നതിന് സഹായിക്കുന്നതിനായി ധനസമാഹരണം സംഘടിപ്പിക്കുന്നു. ഫോമയുടെ എക്കാലത്തെയും മഹത്തായ ലക്ഷ്യം മാനുഷിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ്. ആസന്നമായ അന്താരാഷ്ട്ര കൺവെൻഷനിൽ നിന്ന് കൂടുതൽ ഫണ്ട് കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കും. അതിനായി ചിലവുകൾ കുറയ്ക്കുന്നതിന് ഞങ്ങൾ ശ്രമിക്കുന്നു. കേരളത്തിൽ 10 വീടുകളെങ്കിലും നിർമ്മിക്കുക എന്നതാണ് ഫോമയുടെ ലക്ഷ്യം. ആദ്യപടിയായി $10,000 പ്രൊജക്ടിന് സംഭാവന നൽകാൻ ഫോമ തീരുമാനിച്ചു.
ഒരു ഹൗസിംഗ് വില്ലേജും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുന്നതിന് ഫോമ ഈ ഫണ്ട് നേരിട്ട് ഉപയോഗിക്കുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. 2018 പ്രളയക്കെടുതിയെ തുടർന്ന് കേരളത്തിൽ 60-ലധികം വീടുകളുള്ള 2 വില്ലേജ് പദ്ധതികൾ നേരിട്ട് പൂർത്തിയാക്കിയതിന്റെ ട്രാക്ക് റെക്കോർഡ് ഫോമയ്ക്കുണ്ട്. ഈ നിർണായക മുഹൂർത്തത്തിൽ ഫോമയുമായി കൈകോർക്കാൻ ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കഴിയുന്ന സംഭാവന ചെയ്യുക. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. WMC ന്യൂയോർക്ക് പ്രൊവിൻസിന്റെ ആഭിമുഖ്യത്തിൽ പാരന്റ്സ് ഡേ സമംഗളം ആഘോഷിച്ചു. സെക്രട്ടറി ജോർജ് ജോൺ സദസ്സിനെ സ്വാഗതം ചെയ്തു. വേൾഡ് മലയാളി കൗൺസിൽ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനസേവന പ്രവർത്തനങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് അർഹതപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകേണ്ട അനിവാര്യതയെക്കുറിച്ചും പ്രസിഡന്റ് പ്രൊഫസർ സാം മണ്ണിക്കരോട്ട് തന്റെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു. വിമൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ തയ്യൽ മെഷീൻ വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും അതിനുള്ള സംഭാവനകൾ അംഗങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു. വേൾഡ് മലയാളി കൗൺസിൽ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനസേവന പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് അർഹതപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകേണ്ട അനിവാര്യതയെക്കുറിച്ചും പ്രസിഡന്റ് പ്രൊഫസർ സാം മണ്ണിക്കരോട്ട് തന്റെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു. വിമൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ തയ്യൽ മെഷീൻ വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും അതിനുള്ള സംഭാവനകൾ അംഗങ്ങളിൽ നിന്നും സ്വീകരിക്കുകയും ചെയ്തു. ശ്രീമതി ശോശാമ്മ ആൻഡ്രൂസ് സമകാലീന പ്രശ്നങ്ങളെപ്പറ്റിയും അമേരിക്കൻ റീജിയൻ വിമൻസ് ഫോറത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചും അമേരിക്കൻ റീജിയൻ വിമൻസ് ഫോറം ട്രഷറർ ശ്രീമതി ശോശാമ്മ അലക്സാണ്ടറും വളരെ വാചാലമായി സംസാരിച്ചു. ചെയർമാൻ മോൻസി വർഗീസ്, വൈസ് പ്രസിഡന്റ് റേച്ചൽ ഡേവിഡ്, ഫ്രെഡി ഡേവിഡ്, ലീല മാരറ്റ് കുര്യൻ, മേരിക്കുട്ടി കുര്യൻ, ടീജ എബ്രഹാം, കുര്യാക്കോസ് കാക്കത്തോട്ടിൽ, ഷാജി, ജോൺ കെ ജോർജ്, അപ്പു അറ്റു, അജു അലക്സാണ്ടർ, റോയി ബേബി, ഉഷ ജോർജ്, ജോർജ് ചാക്കോ, ഏലിയാമ്മ അപ്പുക്കുട്ടൻ, ആൻഡ്രൂസ് കുന്നുംപറമ്പിൽ, ഫ്രാങ്ക്ലിൻ, ലിസ, ലിജ, ജെസ്സി, ജോഷി തുടങ്ങി ഒട്ടനവധി പേർ ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. പ്രസിഡന്റ് പ്രൊഫസർ സാം മണ്ണിക്കരോട്ട് പേരന്റ്സ് ഡേയുടെ പ്രത്യേക അനുമോദനങ്ങൾ എല്ലാവർക്കും ആശംസിച്ചു. ശോശാമ്മ ആൻഡ്രൂസും സാം മണ്ണിക്കരോട്ടും ജന്മദിന കേക്ക് മുറിച്ചും എല്ലാവർക്കും വിതരണം ചെയ്തും തങ്ങളുടെ ജന്മദിനവും ഇത്തരുണത്തിൽ ആഘോഷിച്ചു. ബാർബിക്യൂ പാർട്ടിയോടുകൂടി ആഘോഷങ്ങൾ സമംഗളം അവസാനിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഷിക്കാഗോ സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഇടവകയിൽ ഇടവക ദിനം ആഘോഷിച്ചു. ഇടവക സ്ഥാപിതമായതിന്റെ 14ാം വാർഷികം ഗ്രാൻഡ് പാരന്റ്സ് ഡേയോടൊപ്പം സംയുക്തമായാണ് ആഘോഷിച്ചത്. ആഘോഷങ്ങളുടെ ഭാഗമായി അർപ്പിക്കപ്പെട്ട കൃതജ്ഞതാ ബലിക്ക് ക്നാനായ റീജിയൻ ഡയറക്ടർ ഫാദർ തോമസ് മുളവനാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സിജു മുടക്കോടിയിൽ, ഫാദർ ജിതിൻ വല്ലാർക്കാട്ടിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഇടവകയിൽ 2023 ജൂലൈ മാസത്തിനും 2024 ജൂലൈ മാസത്തിനും ഇടയിൽ പുതുതായി ചേർന്ന പുതിയ കുടുംബങ്ങളെയും ഇടവകയിൽ പുതുതായി ഗ്രാൻഡ് പാരന്റ്സ് ആയവരെയും കൃതജ്ഞതാ ബലിക്ക് ശേഷം ആദരിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി അർപ്പിക്കപ്പെട്ട കൃതജ്ഞതാ ബലിക്ക് ജ്ഞാനായ റീജിയൻ ഡയറക്ടർ ഫാദർ തോമസ് മുളവനാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സിജു മുടക്കോടിൽ, ഫാദർ ജിതിൻ വല്ലാർക്കാട്ടിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഇടവകയിൽ 2023 ജൂലൈ മാസത്തിനും 2024 ജൂലൈ മാസത്തിനും ഇടയിൽ പുതുതായി ചേർന്ന പുതിയ കുടുംബങ്ങളെയും ഇടവകയിൽ പുതുതായി ഗ്രാൻഡ് പേരന്റായ കുടുംബങ്ങളെയും കൃതജ്ഞതാ ബലിക്ക് ശേഷം ആദരിച്ചു. ഇടവകയിൽ 2023 ജൂലൈ മാസത്തിനും 2024 ജൂലൈ മാസത്തിനും ഇടയിൽ പുതുതായി ചേർന്ന പുതിയ കുടുംബങ്ങളെയും ഇടവകയിൽ പുതുതായി ഗ്രാൻഡ് പേരന്റ്സ് ആയ കുടുംബങ്ങളെയും കൃതജ്ഞതാ ബലിക്ക് ശേഷം ആദരിച്ചു. ഈ വർഷം വിവാഹ വാർഷികത്തിന്റെ ജൂബിലികൾ ആഘോഷിക്കുന്നവരെ ക്നാനായ റീജിയൻ ഡയറക്ടർ ഫാദർ തോമസ് മുളവനാൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വികാരി ഫാദർ സിജു മുടക്കോടിനോടൊപ്പം സിസ്റ്റർ സിൽവേരിയാസ്, കൈക്കാരന്മാരായ സാബു കട്ടപ്പുറം, ബിനു പൂത്തുറയിൽ, ലൂക്കോസ് പുഴിക്കുന്നേൽ, ജോർജ് മറ്റത്തിപ്പറമ്പിൽ, നിബിൻ വെട്ടിക്കാട്ടിൽ എന്നിവർ ഇടവക ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. കടുത്തുരുത്തി MLA ശ്രീ മോൻസ് ജോസഫിനും ജനപ്രിയ താരം ലാലു അലക്സിനും കൊച്ചിയിലെ ചൈൽഡ് വെൽഫെയർ ഡയറക്ടർ ഡോക്ടർ ജോസഫ് സണ്ണിക്കും ഊഷ്മളമായ സ്വീകരണമൊരുക്കി മിസോറി സിറ്റി മേയർ റോബിൻ ഇലക്കാട്ട്. വ്യാഴാഴ്ച വൈകുന്നേരം മിസോറി സിറ്റി പബ്ലിക് ഹാളിൽ നടന്ന ചടങ്ങിൽ സിറ്റി മാനേജർ ആഞ്ചല ജോൺസൺ, മറ്റ് സിറ്റി ഒഫീഷ്യൽസിനൊപ്പം ഹ്യൂസ്റ്റൺ, മലയാളി പൊതുമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുൾപ്പെടെ ധാരാളം ആളുകൾ പങ്കെടുത്തു. വ്യാഴാഴ്ച വൈകുന്നേരം മിസോറി സിറ്റി പബ്ലിക് ഹാളിൽ നടന്ന ചടങ്ങിൽ സിറ്റി മാനേജർ ആഞ്ചല ജോൺസൺ, മറ്റ് സിറ്റി ഒഫീഷ്യൽസിനൊപ്പം ഹ്യൂസ്റ്റൺ, മലയാളി പൊതുമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുൾപ്പെടെ ധാരാളം ആളുകൾ പങ്കെടുത്തു. തന്റെ മണ്ഡലം കൂടിയായ കടുത്തുരുത്തിയിലെ MLAയും രാഷ്ട്രീയത്തിൽ താനെന്നും അസൂയയോടെ മാത്രം കണ്ടിരുന്ന നേതാവുമാണ് മോൻസ് ജോസഫ് എന്നും അദ്ദേഹം ഹ്യൂസ്റ്റൺ സന്ദർശിക്കുമ്പോൾ ഉചിതമായി സ്വീകരിക്കേണ്ടത് തന്റെ കടമയാണെന്നും മേയർ റോബിൻ ഇലക്കാട്ട് തന്റെ സ്വാഗത പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. അതുപോലെ താൻ എന്നും ആരാധനയോടെ നോക്കിക്കണ്ടിരുന്ന മലയാളം സിനിമയുടെ ജനപ്രിയ നടൻ ലാലു അലക്സും കൂടി എത്തിയപ്പോൾ തന്റെ സന്തോഷത്തിന് അതിരില്ല എന്നും അദ്ദേഹം പറഞ്ഞു.
കൊച്ചിയിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറുമായ ഡോക്ടർ ജോസഫ് സണ്ണിയും മലയാളികളുടെ ആദരമർഹിക്കുന്ന വ്യക്തിയാണെന്നും റോബിൻ പറഞ്ഞു. ഇങ്ങനെ ഒരു മലയാളി മേയർ ഉള്ളതായി കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കാണാൻ കഴിഞ്ഞതിലും അദ്ദേഹത്തിന്റെ ഓഫീസ് സന്ദർശിക്കാൻ കിട്ടിയ അവസരവും എന്നും ഓർമ്മയിലുണ്ടാവുമെന്നും മറുപടി പ്രസംഗത്തിൽ മോൻസ് ജോസഫ് പറഞ്ഞു. വർഷങ്ങളായി ഹ്യൂസ്റ്റണിലെ പിയർലാൻഡിലാണ് കുടുംബമെങ്കിലും ഇവിടുത്തെ മലയാളികൾക്ക് പിടിതരാത്ത താരമാണ് ലാലു അലക്സ്. കാരണം സിനിമാ മേഖലകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മിക്കവാറും നാട്ടിലായിരിക്കുമെന്നതുകൊണ്ടാണ് എന്ന് ലാലു അലക്സ് മറുപടി പറഞ്ഞു. ഒപ്പം വർഷങ്ങൾക്ക് മുമ്പ് മകളുടെ സ്കൂൾ ആവശ്യത്തിനായി സഹായം അഭ്യർത്ഥിച്ചപ്പോൾ നേരിട്ട് സ്കൂളിൽ വന്ന് ഒറ്റ ദിവസം കൊണ്ട് കാര്യം സാധ്യമാക്കി തന്നവനാണ് മേയർ റോബിനെന്നും ലാലു ഓർമ്മിപ്പിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേയറെ വിളിച്ചാൽ മതിയെന്ന് പലരും പറഞ്ഞു കേട്ടാണ് വിളിച്ചത്. അന്നു തന്നെ നേരിട്ടെത്തി കാര്യം സാധിച്ചു തന്ന മേയർ മലയാളികൾക്ക് അഭിമാനമാണെന്നും ലാലു അലക്സ് കൂട്ടിച്ചേർത്തു. നേർക്കാഴ്ച ചീഫ് എഡിറ്ററും ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് ഹ്യൂസ്റ്റൺ ചാപ്റ്റർ പ്രസിഡന്റുമായ സൈമൺ വാളച്ചേരിൽ, പ്രസ് ക്ലബ് സെക്രട്ടറി മോട്ടി മാത്യു, കേരളത്തിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവായിരുന്ന ജെയിംസ് തെക്കനാട്ട്, ജെയിംസ് വെട്ടിക്കാന, സാം മുടിയൂർക്കുന്നേൽ, ജോണി മാക്കോറ, തോമസ് കുട്ടി പഴയ പീടികയിൽ, സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിന് വേണ്ടി സോമൻ നായർ, ബ്രൂസ്, പ്രമുഖ ഫോട്ടോഗ്രാഫർ ജിബിൻ കുര്യൻ എന്നിവർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥായിയായ പാരമ്പര്യത്തെ ഉയർത്തിക്കാട്ടുന്ന ഹൃദയംഗമമായ ആഘോഷത്തോടെ ശ്രീനാരായണ അസോസിയേഷൻ ലോങ് ഐലൻഡ് ഹെംപ്സ്റ്റഡിലുള്ള ഗുരു മന്ദിരത്തിന്റെ 2ാം വാർഷികം ആഘോഷിച്ചു. ഫൊക്കാനയുടെ 2024-26 പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ സജിമോൻ ആന്റണിക്ക് മാതൃസംഘടനയായ മലയാളി അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി സ്വീകരണം നൽകി. റോക്ക്ലാൻഡ് കൗണ്ടി ലെജിസ്ലേച്ചർ വൈസ് ചെയർ ഡോക്ടർ ആനി പോൾ നേതൃത്വം നൽകിയ ലീഡർഷിപ്പ് വർക്ക്ഷോപ്പിൽ നല്ല ആശയവിനിമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് യുവാക്കൾ മനസ്സിലാക്കി. ഫോമ കൺവെൻഷൻ റിസപ്ഷൻ കമ്മിറ്റി ചെയറായി ജോഫ്രൻ ജോസിനെയും കോ ചെയറായി ജെയ്സൺ ജേക്കബിനെയും ഫോമ പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് തോമസ്, കൺവെൻഷൻ ചെയർ കുഞ്ഞു മാലിയിൽ എന്നിവർ നിയമിച്ചു. എല്ലാം നഷ്ടപ്പെട്ട വയനാടിനെ വീണ്ടെടുക്കാനുള്ള പ്രയത്നത്തിൽ ഫോമയും പങ്കാളികളാകുന്നു. കനിവെന്ന പേരിട്ടിരിക്കുന്ന ഫോമ വില്ലേജ് പ്രൊജക്ട് ഫേസ് 3യിലൂടെ ആദ്യഘട്ടത്തിൽ 10 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലോസ് ആഞ്ചലസ് സെന്റ് അൽഫോൺസ സീറോ മലബാർ ദേവാലയത്തിൽ 10 ദിവസങ്ങളിലായി നടത്തപ്പെട്ട തിരുനാൾ ആഘോഷങ്ങൾക്ക് ഗംഭീരമായ പരിസമാപ്തി. അസോസിയേഷൻ ഫോർ സോഷ്യൽ സർവീസസ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് സംഘടിപ്പിച്ച കുട്ടികൾക്കുള്ള പഞ്ചദിന സമ്മർ ഫ്യൂഷൻ 2024 എഡ്മണ്ടണിലെ മിൽഹേഴ്സ് കമ്മ്യൂണിറ്റി ഹാളിൽ ജൂലൈ 22 മുതൽ 26 വരെ നടന്നു. കൊപ്പേൽ സെന്റ് അൽഫോൺസ സീറോ മലബാർ കത്തോലിക്ക ദേവാലയത്തിൽ ജൂലൈ 19-ാം തീയതി വെള്ളിയാഴ്ച തിരുനാൾ കൊടി കയറ്റുകയും ജൂലൈ 28-ാം തീയതി ഞായറാഴ്ച ഷിക്കാഗോ രൂപതാ മെത്രാൻ മാർ ജോയ് ആലപ്പാട്ടിന്റെ വിശുദ്ധ ബലിയോടുകൂടി 10 ദിവസം നീണ്ടുനിന്ന 2024 ഇടവക തിരുനാൾ സമാപനം കുറിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകൾ നിർദ്ദേശങ്ങളെല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com. ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.